മസാല ബോണ്ടിന് അപൂർവ നേട്ടം. ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ മസാല ബോണ്ട് വ്യാപാരത്തിൽ കിഫ്ബിയും. ബോണ്ട് പൊതുവിപണിയിൽ ഇറക്കുന്ന ചടങ്ങിലേക്ക് മുഖ്യമന്ത്രിക്ക് ക്ഷണം. ഇത്തരം ചടങ്ങിൽ പങ്കെടുക്കുന്ന ആദ്യ മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ. ഇത് സംസ്ഥാനത്തിന്റെ നേട്ടമെന്ന കിഫ്ബി. അടുത്ത മാസം 17 ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലാണ് ചടങ്ങ് നടക്കുന്നത്. ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ മുഖ്യമന്ത്രി കേന്ദ്ര സർക്കാരിന്റെ അനുമതി തേടും. കിഫ്ബി പുറത്തിറക്കിയ മസാല ബോണ്ടിനാണ് അത്യപൂർവ നേട്ടമുണ്ടായിരിക്കുന്നത്. കിഫ്ബി കടപ്പത്രം വഴി പുറത്തിറക്കിയ 2150 കോടി രൂപയുടെ മസാല ബോണ്ടുകൾ കനേഡിയൻ സർക്കാർ കമ്പനിയായ CDPQ നേരത്തെ വാങ്ങിയിരുന്നു. CDPQ വാങ്ങിയ മസാല ബോണ്ടുകൾ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ മെയ് 17 മുതൽ വ്യാപാരം ആരംഭിക്കുകയാണ്. ഇതിന്റെ ഉദ്ഘാടന ചടങ്ങിലേക്കാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് ക്ഷണം ലഭിച്ചത്. കിഫ്ബിയുടെ ചെയർമാൻ എന്ന നിലയിലാണ് മുഖ്യമന്ത്രിക്ക് ക്ഷണം ലഭിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ ഇതാദ്യമായിട്ടാണ് ഒരു മുഖ്യമന്ത്രിക്ക് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്ന് ക്ഷണം ലഭിക്കുന്നതെന്ന പ്രത്യേകതയുമുണ്ട്. എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ മുഖ്യമന്ത്രിക്ക് വിദേശ രാജ്യത്ത് പോകാൻ കഴിയൂ. BJP ഭരിക്കുന്ന കേന്ദ്ര സർക്കാർ മുഖ്യമന്ത്രിക്ക് അനുമതി നൽകുമോ എന്നത് കണ്ടറിയണം. രൂപയുടെ മൂല്യമിടിഞ്ഞാലും നഷ്ടം കനേഡിയൻ കമ്പനിയായ CDPQ-നാണ് എന്നതാണ് മസാല ബോണ്ടുകൾ വഴി വിപണനം നടത്തുമ്പോഴുള്ള സംസ്ഥാനത്തിന്റെ നേട്ടം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കേരളത്തിൽ ഏതു തരത്തിൽ കാര്യങ്ങൾ നടക്കുന്നു എന്നതിന് മികച്ച ഉദാഹരണമാണ് കിഫ്ബിയുടെ പ്രവർത്തനമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. 50,000 കോടി രൂപ 5 വർഷം കൊണ്ട് പശ്ചാത്തല സൗകര്യ വികസനത്തിന് ഉപയോഗിക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. 3 വർഷം കൊണ്ട് മാത്രം 42,000 കോടിയുടെ പദ്ധതികൾക്ക് അനുമതി നൽകി കഴിഞ്ഞു. 5 വർഷം പൂർത്തിയാക്കുമ്പോൾ നിശ്ചയിച്ചതിലധികം വർദ്ധിക്കുമെന്നും പിണറായി വിജയൻ പറഞ്ഞു. 50,000 കോടി രൂപ കിഫ്ബിയിലൂടെ പശ്ചാത്തല സൗകര്യ വികസനത്തിനായി ചെലവഴിക്കുമെന്നാണ്. 3 വർഷം തികഞ്ഞില്ല, ഇനി 2 വർഷത്തിലധികം ബാക്കി നിൽക്കുന്നു. ഇപ്പോ 42,000 രൂപയുടെ പദ്ധതികൾക്ക് അംഗീകാരം നൽകി കഴിഞ്ഞിട്ടുണ്ട്. ഇനി 2 വർഷം കൂടി ആകുമ്പോൾ 50,000 അധികം പോകുന്നതാണ് അതിന്റെ അർത്ഥം. ഇതാണ് അവസ്ഥ. നമ്മുടെ നാട്ടിലെ ഏത് തരത്തിൽ കാര്യങ്ങൾ നടക്കുന്നു എന്നതിന്റെ ഉത്തമമായ നിദർശനമാണിത്. കിഫ്ബി പദ്ധതി UDF-ന്റെ സമനില തെറ്റിച്ചുവെന്ന് കോടിയേരി. രമേശ് ചെന്നിത്തലയ്ക്ക് അപസ്മാരമാണ്. ഇതിനേക്കാൾ കുറഞ്ഞ പലിശയ്ക്ക് 5,000 കോടി രമേശ് ചെന്നിത്തല വാങ്ങിത്തരട്ടെയെന്നും കോടിയേരി ബാലകൃഷ്ണൻ കൊല്ലത്ത് പ്രതികരിച്ചു. ഇത്തരത്തിൽ മസാല ബോണ്ട് എന്ന പേരിൽ കിഫ്ബിയിലേക്ക് വിദേശത്ത് നിന്നുള്ള ഒരു ഏജൻസി നിക്ഷേപം നടത്താൻ തയ്യാറായി. ഇത് UDF-കാരുടെ സമനില തെറ്റിച്ചിരിക്കുകയാണ്. ഇനിയും ഇത്തരത്തിലുള്ള നിക്ഷേപം കിഫ്ബിയിലേക്ക് വരും എന്നുറപ്പായപ്പോൾ, ഈ പദ്ധതി വിജയിക്കും എന്ന് മനസ്സിലായപ്പോൾ അതിലേക്ക് വരുന്ന നിക്ഷേപത്തെ മുടക്കാനാണ് ഇത്തരത്തിലൊരു പ്രചരണം നടത്തി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇപ്പോൾ രാജ്കുമാർ ചേരുകയാണ്. രാജ്കുമാർ, സംസ്ഥാന സർക്കാരിന് ഏറ്റവും വലിയ നേട്ടമായി ഉയർത്തി കാണിക്കാൻ സാധിക്കുന്ന ഒരു പദ്ധതിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് ഇത് സംബന്ധിച്ച് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത്? അതായത് ദശലക്ഷക്കണക്കിന് ഡോളറാണ് ഈ പറഞ്ഞ കമ്പനി ഇന്ത്യയിൽ വിവിധ സ്ഥാപനങ്ങളിൽ നിക്ഷേപിച്ചിട്ടുള്ളത്. അന്നൊന്നും എതിർക്കാത്ത കോൺഗ്രസ്, അല്ലെങ്കിൽ SNC ലാവിൽ തന്നെ പല കമ്പനികളിലും നിക്ഷേപിച്ചിട്ടുണ്ട്. അതൊന്നും എതിർക്കാത്ത കോൺഗ്രസ് ഇപ്പോഴെന്തിനാണ് എതിർപ്പുമായി വരുന്നു എന്നുള്ള ഒരു സംശയം CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഉന്നയിച്ചു. എല്ലാ പദ്ധതികളും UDF തകർക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അതാണ് അവരിപ്പോൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് അപസ്മാരമായിരിക്കും, പലതും മറന്നു പോകുന്നു. ഏത് കാര്യങ്ങൾ വന്നാലും ഒരു പ്രസംഗം നടത്തണം, വാർത്താ സമ്മേളനം നടത്തി മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റാനുള്ള ചില നീക്കങ്ങളാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തല നടത്തിക്കൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി ഈ കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളിലും പ്രതികരിക്കണമെന്നുള്ളത് ശരിയായ കാര്യമല്ല. ധനകാര്യ വകുപ്പാണ് ഇതെല്ലാം ചെയ്യുന്നത്. ആ ധനകാര്യ വകുപ്പുമായി ബന്ധപ്പെട്ട് ഇതിന്റെ ചെയർമാൻ കൂടിയായിട്ടുള്ള എബ്രഹാം തന്നെ ഇതിന്റെ വാർത്താക്കുറിപ്പ് പുറത്തിറക്കുകയും അതിന്റെ അക്കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ കൂടുതലായി പറയാൻ ഒന്നുമില്ല. ഇതിൽ ഏതെങ്കിലും ഒരു കമ്പനി എവിടെങ്കിലും ഒരു നിക്ഷേപം, ഇപ്പൊ പല സ്ഥാപനങ്ങളിലും പല കമ്പനികളും നിക്ഷേപം നടത്തുന്നുണ്ട്. അതെല്ലാം നോക്കിയിട്ടല്ല എവിടെങ്കിലും വായ്പ എടുക്കുന്നതോ അതിൽ നമ്മൾ നിക്ഷേപം നടത്തുകയും ചെയ്യുന്നത്. അതിന്റെ ആവശ്യവും ഇപ്പോഴില്ല എന്ന് കോടിയേരി വ്യക്തമാക്കി. രാജ്കുമാറാണ് വിവരങ്ങൾ നൽകിയത്. MK രാഘവൻ 5 കോടി രൂപ കോഴ ആവശ്യപ്പെട്ട സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. മൊഴി രേഖപ്പെടുത്താൻ MK രാഘവൻ ഹാജരാകാത്തതിനെ തുടർന്ന് അന്വേഷണ സംഘം വീണ്ടും നോട്ടീസ് അയച്ചു. അതേസമയം കോഴ ആരോപണത്തിൽ പാർട്ടി അന്വേഷണം നടത്തില്ലെന്ന് മുല്ലപ്പള്ളി പറഞ്ഞു. അയ്യപ്പന്റെ പേരിൽ വോട്ട് തേടിയ സുരേഷ് ഗോപി ചട്ടലംഘനം നടത്തിയെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ.
സുരേഷ് ഗോപിക്ക് നോട്ടീസ് നൽകിയ കളക്ടറുടെ നടപടി ശരിയാണ്. ദൈവത്തിന്റെ പേര് വെച്ച് വോട്ട് തേടുന്നത് പെരുമാറ്റച്ചട്ട ലംഘനമാണെന്നും ടിക്കാറാം മീണ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചതിന് തൃശൂർ ലോക്സഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്ക് വരണാധികാരി കൂടിയായ കളക്ടർ നൽകിയ നോട്ടീസ് ശരിവെച്ചാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ രംഗത്തു വന്നത്. കളക്ടറുടെ നടപടി ശരിവെച്ച അദ്ദേഹം സുരേഷ് ഗോപി പ്രാഥമിക പെരുമാറ്റച്ചട്ട ലംഘനം നടത്തിയതായി വ്യക്തമാക്കി. Collector has reached to a right decision and after considering the speech and the content of the speech, she has applied her mind and issued the notice correctly. നോട്ടീസിന് ലഭിക്കുന്ന മറുപടിക്ക് ശേഷമാകും തുടർ നടപടികൾ ഉണ്ടാകുക. വരണാധികാരിയുടെ നോട്ടീസിനെ ചോദ്യം ചെയ്ത BJP നേതാക്കളുടെ നടപടിയെയും ടിക്കാറാം മീണ ശക്തമായി വിമർശിച്ചു. എന്തോ ഒരു ഗതികേടാണ് ഒരു ഭക്തനെ സംബന്ധിച്ച്. ഇഷ്ടദേവന്റെ നാമം എന്ത് ജനാധിപത്യമാണിത്? സുരേഷ് ഗോപിയുടെ ഈ പ്രതികരണം സാമൂഹ്യ സൗഹൃദം തകർക്കുന്ന നടപടിയായാണ് കമ്മീഷൻ വിലയിരുത്തുന്നത്. There is an intention between this to disturb the social harmony and I am surprised and shocked that why certain political parties are very particular to use the religion and God only for getting the political votes. This is not good for democracy. ദൈവത്തെ വോട്ടിനായി വലിച്ചിഴക്കരുതെന്നും മതവും വിശ്വാസവും വ്യക്തിപരമാണെന്നും കമ്മീഷൻ വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനം നിഷ്പക്ഷമാണെന്നും ചട്ടലംഘനമുണ്ടായാൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്നും ടിക്കാറാം മീണ ആവർത്തിച്ചു വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. MK രാഘവൻ 5 കോടി രൂപ കോഴ ആവശ്യപ്പെട്ട സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. മൊഴി രേഖപ്പെടുത്തുവാൻ MK രാഘവൻ ഹാജരാകാത്തതിനെ തുടർന്ന് അന്വേഷണ സംഘം വീണ്ടും നോട്ടീസ് അയച്ചു. അതേസമയം കോഴ ആരോപണത്തിൽ പാർട്ടി അന്വേഷണം നടത്തില്ലെന്ന് മുല്ലപ്പള്ളി പറഞ്ഞു. MK രാഘവനെതിരായ കോഴ ആരോപണത്തിൽ കോഴിക്കോട് അഡീഷണൽ ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ P. വാഹിദിനാണ് അന്വേഷണ ചുമതല. കേസന്വേഷണത്തിന്റെ ഭാഗമായി നേരിട്ട് ഹാജരാകാൻ ആവശ്യപ്പെട്ട് പോലീസ് രാഘവന് രേഖാമൂലം നിർദ്ദേശം നൽകി. ഇന്നലെ മൊഴി രേഖപ്പെടുത്താൻ എത്തണമെന്ന് രാഘവനെ അറിയിച്ചിരുന്നെങ്കിലും ഹാജരായിരുന്നില്ല. ഇതോടെയാണ് പ്രചരണ സ്ഥലത്തെത്തി രേഖാമൂലം നിർദ്ദേശം നൽകിയത്. എന്നാൽ മൊഴി രേഖപ്പെടുത്തലിൽ നിന്ന് MK രാഘവൻ ഒഴിഞ്ഞുമാറുന്നതായാണ് സൂചന. എന്ന് ഹാജരാവാൻ സാധിക്കുമെന്ന് അദ്ദേഹം പോലീസിന് കൃത്യമായ മറുപടി നൽകിയിട്ടില്ല. അതേസമയം അന്വേഷണവുമായി പൂർണ്ണമായും സഹകരിക്കുമെന്ന് KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു. കോൺഗ്രസിന് രാഘവനെ വിശ്വാസമാണെന്നും അതിനാൽ പാർട്ടി കാര്യം അന്വേഷിക്കില്ലെന്നും മുല്ലപ്പള്ളി വ്യക്തമാക്കി. രാഘവൻ എല്ലാ അർത്ഥത്തിലും ഉത്തമനായ ഒരു പൊതുപ്രവർത്തനമായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പാർട്ടി തലത്തിൽ അന്വേഷണത്തിന്റെ പ്രശ്നമില്ല. അന്വേഷണം മുന്നോട്ട് പോകട്ടെ. അദ്ദേഹം എത്രത്തോളം സത്യസന്ധനാണ്, എത്രത്തോളം സുതാര്യമായ പൊതുപ്രവർത്തനത്തിന് ഉടമയാണ്, ഇതൊക്കെ തെളിയിക്കാൻ ഇവിടെ പോകുന്നല്ലേ. രാഘവൻ നൽകിയ പരാതിയിലും മറ്റൊരു അന്വേഷണം നടക്കുന്നുണ്ട്. ഇതിന്റെ ചുമതല ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ ജമാലുദ്ദീനാണ്. ഇതിലും മൊഴി നൽകാൻ MK രാഘവൻ തയ്യാറായിട്ടില്ല. രണ്ടന്വേഷണവും വേഗത്തിൽ പൂർത്തിയാക്കുവാൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം. രാഘവൻ പ്രഥമദൃഷ്ട്യാ കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞ പശ്ചാത്തലത്തിൽ അയോഗ്യനാക്കണമെന്നാണ് LDF നിലപാട്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വർഗീയതയ്ക്ക് എണ്ണ പകരുന്ന സമീപനമാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അധികാരത്തിൽ വന്നാൽ രാമക്ഷേത്രം നിർമ്മിക്കുമെന്ന് പറഞ്ഞ് വർഗീയ ജ്വരം പടർത്തി RSSന് സഹായമായ നിലപാടെടുക്കുന്നു. വർഗീയ നിലപാടുമായി സമരസപ്പെട്ടു പോകുന്നതിനാലാണ് കോൺഗ്രസ് നേതാക്കൾ കൂട്ടത്തോടെ BJPയിലേക്ക് പോകുന്നതെന്നും മതനിരപേക്ഷതയുടെ കാര്യത്തിൽ കോൺഗ്രസിനെ വിശ്വസിക്കാൻ കഴിയില്ലെന്നും പിണറായി വിജയൻ പാലക്കാട് പറഞ്ഞു. ഞങ്ങൾ അധികാരത്തിൽ വരും, രാമക്ഷേത്രം ഞങ്ങൾ നിർമ്മിക്കും. നാം കാണേണ്ടത് എന്തിനാണ് ആ പ്രസ്താവന ഉപകരിച്ചത്. വർഗീയ ജ്വരം ഉയർത്താൻ സംഘപരിവാർ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന് സഹായകരമായ പ്രസ്താവനയാണ് ഇവരുടെ ഭാഗത്ത് വന്നത്, കോൺഗ്രസിന്റെ ഭാഗത്ത് വന്നത്. അന്ന് വല്ലാത്തൊരു വർഗീയ വികാരം ആളിക്കത്തിക്കാൻ ശ്രമിക്കുമ്പോൾ അതില് എണ്ണയൊഴിച്ചു കൊടുക്കുന്ന നിലപാടല്ലേ ഇവർ സ്വീകരിച്ചത്. ഇതാണോ മതനിരപേക്ഷതയുടെ ഭാഗത്ത് നിൽക്കുന്ന ഒരു വിഭാഗം ചെയ്യേണ്ടത്? BJPയിലേക്ക് പോകണം എന്നൊരു ചിന്ത എന്തുകൊണ്ട് കോൺഗ്രസിൽ വരുന്നു? RSS ഉയർത്തുന്ന വർഗീയതയെ ശക്തമായി എതിരിടാൻ ഒരു ഘട്ടത്തിലും കോൺഗ്രസ് തയ്യാറാകാതെ ആ വർഗീയതയുമായി സമരസപ്പെട്ടു പോകാൻ തയ്യാറായതിന്റെ ദുരന്തമാണ് ഈ കാണുന്നത്. എന്നാൽ അനുഭവത്തിൽ നിന്ന് വല്ല പാഠവും പഠിക്കുന്നുണ്ടോ?
സാധാരണക്കാരുടെയും തൊഴിലാളികളുടെയും ദളിത് ആദിവാസി ജനവിഭാഗങ്ങളുടെയും ശബ്ദം പാർലമെന്റിൽ മുഴങ്ങുവാൻ ഇടതുപക്ഷ എംപിമാരുടെ എണ്ണം വർദ്ധിപ്പിക്കേണ്ടതുണ്ടെന്ന് സിപിഐഎം പോളിറ്റ് ബ്യൂറോ അംഗം സുഭാഷിണി അലി പറഞ്ഞു. വർഗീയത പിന്തിരിപ്പൻ ആശയങ്ങൾക്കെതിരെ പാർലമെന്റിൽ പൊരുതുവാൻ ഇടതുപക്ഷത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. കേരളത്തിലെ ജനങ്ങൾ LDFനെ പിന്തുണയ്ക്കണമെന്ന് കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ വിവിധ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പ്രസംഗിച്ചുകൊണ്ട് സുഭാഷിണി അലി പറഞ്ഞു. That the red flag also goes into that parliament. If the red flag is not there, none of these parties is going to hear the voice of poor people. They will not hear the voice of women. They will not hear the voice of the farmers and the workers. They will not hear the voice of the minorities and of the Dalits. It is only the red flag. It is only the CPIM and the red flag that takes the voice of the people into assembly and into the parliament. And therefore, I appeal to the people of Kerala to ensure that the red flag comes with additional strength into that parliament to fight against the anti-people policies of the government and also against the communal polarization of the BJP. മധ്യപ്രദേശ് മുഖ്യമന്ത്രി കമൽനാഥിന്റെ ബന്ധുവിന്റെയും സഹായികളുടെയും വസതികളിലും ഓഫീസുകളിലും ആദായനികുതി വകുപ്പ് റെയ്ഡ്. സഹായി പ്രതീക് ജോഷിയുടെ വസതിയിൽ നിന്നും 9 കോടി രൂപ പിടിച്ചെടുത്തു. ദില്ലി അടക്കം 50 സ്ഥലങ്ങളിലാണ് റെയ്ഡ്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി ഹവാല പണം എത്തിയെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് പരിശോധന നടത്തിയത്. മധ്യപ്രദേശ് മുഖ്യമന്ത്രി കമൽനാഥിന്റെ അനന്തരവൻ ഋത്തുൽ പുരിയുടെ വസതി, വ്യവസായ സ്ഥാപനങ്ങളായ മോസർ ബയർ, അമിറ ഗ്രൂപ്പ് ഓഫീസുകൾ, കമൽനാഥിന്റെ ഓഫീസ് ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി ഓഫീസർ പ്രവീൺ കക്കറിന്റെ ഭോപ്പാലിലെ വസതി, ഇൻഡോറിലെ ഓഫീസ്, മറ്റൊരു പ്രൈവറ്റ് സെക്രട്ടറി രാജേന്ദ്രകുമാർ മിഗ്ലാനിയുടെ ദില്ലി ഗ്രീൻ പാർക്കിലെ വസതി എന്നിവിടങ്ങളിൽ പുലർച്ചെ 3 മണിയോടെ റെയ്ഡ് ആരംഭിച്ചു. കമൽനാഥിന്റെ മറ്റൊരു സഹായി പ്രതീക് ജോഷിയുടെ വസതിയിൽ നിന്നും 9 കോടി രൂപ പിടിച്ചെടുത്തു. ദില്ലിയിലാകെ 35 സ്ഥലങ്ങളിലും ഛത്തീസ്ഗഡ്, കൊൽക്കത്ത എന്നിവിടങ്ങളിലായി രാജ്യത്താകമാനം 50 സ്ഥലങ്ങളിലുമാണ് ഒരേ സമയം റെയ്ഡ്. ചന്ദ്രബാബു നായിഡുവിന്റെ TDPയുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലും ആദായനികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ എത്തിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഹവാല പണമെത്തിയെന്ന സൂചനയെ തുടർന്നാണ് റെയ്ഡെന്ന് IT വിഭാഗം അറിയിച്ചു. മധ്യപ്രദേശ് മുഖ്യമന്ത്രിയായ കമൽനാഥ് നിയമസഭാംഗമാകാൻ ചിത്വാര മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഏപ്രിൽ 9 നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. ഇതിനോടൊപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണവും സജീവമാകുന്നതിനിടയിലാണ് റെയ്ഡ്. കർണാടകയിൽ JDS കോൺഗ്രസ് നേതാക്കളുടെയും മന്ത്രിമാരുടെയും ഓഫീസുകളിൽ കഴിഞ്ഞ മാസം റെയ്ഡ് നടന്നതിനു പിന്നാലെയാണ് കമൽനാഥിനെ ലക്ഷ്യമിട്ട് ആദായനികുതി വകുപ്പിന്റെ പരിശോധനയെന്ന് കോൺഗ്രസ് ആരോപിച്ചു. അതേസമയം ആദായനികുതി വകുപ്പ് റെയ്ഡ് നടത്തിയ കമൽനാഥിന്റെ ബന്ധു റത്തുൽ പുരി നേരത്തെ അഗസ്ത വെസ്റ്റ്ലാൻഡ് ഹെലികോപ്റ്റർ ഇടപാടിലും ആരോപണ വിധേയനാണ്. ന്യൂസ് ബ്യൂറോ, ദില്ലി. RSPക്ക് ഇരട്ട മുഖമെന്ന CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. ബംഗാളിൽ RSP ഇടതുപക്ഷത്തിനൊപ്പമാണ്, കേരളത്തിൽ ഇടതിനെതിരാണ്. ഇരട്ട നിലപാടിൽ വിശദീകരണം നൽകേണ്ടത് RSPയാണ്. RSPയുടെ ഇരട്ട മുഖമാണ് ഇതിലൂടെ പുറത്തുവന്നത്. UDFനെതിരെയാണ് കേരളത്തിൽ ഇടതുപക്ഷത്തിന്റെ പ്രചരണമെന്നും സീതാറാം യെച്ചൂരി പറഞ്ഞു. RSP, everybody knows, has got one stand in Kerala, where it is with the UDF. They betrayed the LDF and went to the UDF. And in Bengal, they are with the left front. So there they are with the left, here they are against the left. Now this is the dichotomy that they have to explain. And since they are part of the UDF, my attack was concentrated on the UDF. But as far as the RSP is concerned, they double rule, one in Bengal and one in Kerala. That is very, very clearly exposed. തൊടുപുഴയിൽ കൊല്ലപ്പെട്ട 7 വയസ്സുകാരന്റെ സഹോദരൻ 3.5 വയസ്സുകാരനെ വിട്ടുകിട്ടണമെന്ന പിതാവിന്റെ അച്ഛൻ. ആവശ്യം ചൂണ്ടിക്കാട്ടി ഇടുക്കി ജില്ലാ ശിശുക്ഷേമ സമിതിക്ക് മുത്തച്ഛൻ കത്ത് നൽകി. അമ്മയുടെ കൂടെ വളരുന്നത് കുട്ടിയുടെ ഭാവി നശിപ്പിക്കുമെന്നും സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടെന്നും ചൂണ്ടിക്കാട്ടിയുള്ള കത്തിന്റെ അടിസ്ഥാനത്തിൽ ശിശുക്ഷേമ സമിതി വിശദീകരണം തേടി. തിരുവനന്തപുരം ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റിന്റെ വിശദീകരണം ലഭിച്ച ശേഷം നടപടി സ്വീകരിക്കുമെന്ന് ഇടുക്കി CWC ചെയർമാൻ പ്രൊഫസർ ജോസഫ് അഗസ്റ്റിൻ പറഞ്ഞു. കുട്ടി ഇപ്പോൾ അമ്മയുടെയും മുത്തശ്ശിയുടെയും കൂടെ തൊടുപുഴയിലാണ്. അമ്മയുടെ കാമുകന്റെ മർദ്ദനത്തിനിരയായ 7 വയസ്സുകാരൻ ഇന്നലെയാണ് മരണപ്പെട്ടത്. പത്തനംതിട്ടയിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായ വീണ ജോർജിന്റെ അപര സ്ഥാനാർത്ഥിക്ക് പിന്നിൽ BJP നേതൃത്വമെന്നതിന് വ്യക്തമായ തെളിവുകൾ പുറത്ത്. പ്രത്യക്ഷത്തിൽ BJPയുമായി യാതൊരു ബന്ധവുമില്ല എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലായിരുന്നു അപര സ്ഥാനാർത്ഥിയായ കരുനാഗപ്പള്ളി സ്വദേശി വീണ വി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായ വീണ ജോർജിന്റെ അപരയായി
വ്യാഴാഴ്ചയാണ് കരുനാഗപ്പള്ളി സ്വദേശി വീണ വി എന്ന യുവതി നോമിനേഷൻ നൽകിയത്. പ്രത്യക്ഷത്തിൽ BJPയുമായോ മറ്റു പാർട്ടികളുമായോ യാതൊരു ബന്ധവും ഇല്ല എന്ന രീതിയിലാണ് ഇവർ നോമിനേഷൻ സമർപ്പിക്കാനായി എത്തിയത്. ഈ സമയം ജയശങ്കർ എന്നയാൾ മാത്രമായിരുന്നു ഇവർക്ക് ഒപ്പമുണ്ടായിരുന്നത്. എന്നാൽ തിരുവല്ല സ്വദേശിയായ ജയശങ്കർ RSS ദേശീയ നേതൃത്വവുമായി അടുത്ത ബന്ധം പുലർത്തുന്ന വ്യക്തിയാണ്. കേരളത്തിന്റെ സംഘടനാ ചുമതലയുള്ള BJP ദേശീയ സെക്രട്ടറി BL സന്തോഷിന്റെ കേരളത്തിലെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് ജയശങ്കറാണ്. മീനാക്ഷി ലേഖി MP, കുമ്മനം രാജശേഖരൻ തുടങ്ങിയ BJP നേതാക്കളുടെയെല്ലാം അടുപ്പക്കാരൻ കൂടിയാണ് ജയശങ്കർ എന്ന് വ്യക്തമായ തെളിവുകളും ഇതോടൊപ്പം പുറത്തുവന്നു. ഇതിനിടയിൽ സൂക്ഷ്മ പരിശോധനാ സമയത്ത് അപര സ്ഥാനാർത്ഥിയുടെ പത്രികയുടെ മേൽ LDF പ്രതിനിധികൾ തടസ്സവാദങ്ങൾ ഉന്നയിച്ചിരുന്നുവെങ്കിലും കലക്ടർ വീണ്ടും ശനിയാഴ്ച ഈ വാദം പുനഃപരിശോധിച്ച് പത്രിക അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായ വീണ ജോർജിനെതിരെ രാഷ്ട്രീയമോ വികസനമോ പറഞ്ഞ് ജനങ്ങളെയോ ഈ തെരഞ്ഞെടുപ്പിനെയോ അഭിമുഖീകരിക്കാൻ സാധിക്കില്ല എന്ന തിരിച്ചറിവാണ് BJP നേതൃത്വത്തെ ഇത്തരം തരം താണ പ്രവൃത്തിയിലേക്ക് എത്തിച്ചതെന്ന വിലയിരുത്തലിലാണ് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ ജനങ്ങൾ. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. 5 വർഷം രാജ്യത്തെ തകർത്ത മോദി ഭരണത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് വേണം ജനം പോളിംഗ് ബൂത്തിലെത്താനെന്ന പ്രശസ്ത കർണാടക സംഗീതജ്ഞൻ TM കൃഷ്ണ. പ്രധാനമന്ത്രിയുടെ വാക്കുകൾ വർഗീയ ചേരിതിരിവിന് കാരണമായെന്നും കൃഷ്ണ കൈരളി പീപ്പിളിനോട് പറഞ്ഞു. രാഹുൽ ഗാന്ധി കർണാടകത്തിൽ മത്സരിക്കണമായിരുന്നുവെന്നും TM കൃഷ്ണ വ്യക്തമാക്കി. കർണാടിക് സംഗീത പ്രതിഭ TM കൃഷ്ണ ദില്ലിയിൽ വെച്ചാണ് കൈരളി പീപ്പിളിനോട് മനസ്സ് തുറന്നത്. 5 വർഷത്തെ മോദി ഭരണം സാംസ്കാരികമായും സാമൂഹ്യമായും രാജ്യത്തെ തകർത്തു കളഞ്ഞുവെന്ന വിഷമം പങ്കുവച്ച കൃഷ്ണ ഇക്കാര്യത്തിൽ വോട്ടർമാർക്ക് മുന്നിൽ വെക്കുന്ന നിർദ്ദേശം ഇതാണ്. My only request to every voter is think of what has happened to all these people. Please think of how many people have died. Please see how much anger there is. You know, the very fact there is so much anger in us. 4-5 years of the present government is going to culturally and socially destroy this country. And there is enough proof in the last 5 years that it's dangerous. വർഗീയമായും രാഷ്ട്രീയമായും രാജ്യം ചേരിതിരിഞ്ഞു പോരാടി. പ്രധാനമന്ത്രിയുടെ വാക്കുകൾ ഇതിനൊക്കെ പ്രേരണയായെന്നും കൃഷ്ണ വിമർശിച്ചു. The speeches given by everybody from the Prime Minister downwards has instigated this attitude. Then what happens is that people with violent thoughts think they can do what they want. And that we have seen repeatedly across this country in India. രാഹുൽ ഗാന്ധി കേരളത്തിലല്ല കർണാടകയിലാണ് മത്സരിക്കേണ്ടിയിരുന്നതെന്നും കൃഷ്ണ വ്യക്തമാക്കി. I don't understand it as yet. Why? I would have preferred if he had taken Karnataka, where he is needed. നെഞ്ചുക്ക് നീതിയും തോളുക്ക് വാളും നിറൈந்த ചുടർ മണിപോൻ. കർണാടിക് സംഗീത രംഗത്ത് തന്റെ വ്യക്തിമുദ്ര പതിപ്പിക്കുമ്പോഴും രാജ്യത്തിന്റെ ഇപ്പോഴത്തെ പോക്കിൽ ആശങ്കാകുലനാണ് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട TM. സന്തോഷ് സർലിംഗ്, ന്യൂസ് ബ്യൂറോ, ദില്ലി. 1999 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തെ തിരുവോണ ദിവസത്തെ നടുക്കുന്ന ഓർമ്മകളിലാണ് P. ജയരാജന്റെ ഭാര്യ യമുന. അന്നാണ് സംഘം ചേർന്നെത്തിയ RSS പ്രവർത്തകർ കിഴക്കേ കതിരൂരിലെ വീട്ടിനകത്ത് P. ജയരാജനെ വെട്ടിയെറിഞ്ഞത്. 20 വർഷങ്ങൾക്ക് മുമ്പ് ഒരു തിരുവോണ ദിവസമാണ് P. ജയരാജനെ RSS പ്രവർത്തകർ വീട്ടിൽ കയറി വെട്ടിയെറിഞ്ഞത്. ആ ദിവസത്തിന്റെ നടുക്കത്തിലാണ് ഇന്നും അദ്ദേഹത്തിന്റെ ഭാര്യ യമുന. 1999 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDFന്റെ വടകര മണ്ഡലം സെക്രട്ടറിയായിരുന്നു CPIM സംസ്ഥാന സമിതി അംഗമായ P. ജയരാജൻ. ആഗസ്റ്റ് 25 തിരുവോണ ദിവസം വീട്ടുകാരോടൊപ്പം ഓണസദ്യ കഴിക്കാനായി കിഴക്കേ കതിരൂരിലെ വീട്ടിലേക്ക് എത്തിയതായിരുന്നു P. ജയരാജൻ. വൈകിട്ട് 5 മണിയോടെയായിരുന്നു RSS പ്രവർത്തകർ ബോംബും വാളും മഴുവും ഉൾപ്പെടെയുള്ള മാരകായുധങ്ങളുമായി ഇരച്ചെത്തിയത്. ബോംബെറിഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ശേഷം P. ജയരാജനെ വെട്ടിനുറുക്കി. മരിച്ചെന്ന് കരുതിയാണ് സംഘം തിരിച്ചുപോയത്. ഭാര്യ യമുനയുടെ മനസാന്നിധ്യം കൈവിടാതെയുള്ള ഇടപെടൽ കൊണ്ടാണ് ജയരാജനെ പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിച്ചതും ജീവൻ രക്ഷിക്കാനായതും. ആ ദിവസത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ യമുനയുടെ മനസ്സിൽ ഇന്നും ഞെട്ടലാണ്. നല്ല പുകയുള്ള ബോംബുകൾ, പിന്നെ ഭയങ്കര സൗണ്ട്. അപ്പോൾ ഈ ഒച്ച കേട്ടിട്ട് ആളുകൾ ഓടി വരുന്നുണ്ട്. പക്ഷെ അവർ നല്ല ശക്തിയിൽ വാതിൽ വലിച്ചടച്ചത് കൊണ്ട് തന്നെ ആളുകൾക്ക് പെട്ടെന്ന് അകത്തേക്ക് കയറാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ എങ്ങനെയോ ആ വാതിൽ, ഫ്രണ്ടിലുള്ള വാതിൽ തുറന്നു. അപ്പോഴത്തെ ജയരാജൻ എങ്ങനെയോ വെടിഞ്ഞ് ഉള്ളിലെ ബാത്റൂമിൽ കയറി അടച്ചു. അപ്പം ഈ ക്ലോസറ്റിൻ്റെ മേലെ ഇരുന്നിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പം ഞാൻ ഈ ബെഡ്ഷീറ്റൊക്കെ വാരി വയറിനൊക്കെ കെട്ടിവെച്ചു.
പക്ഷേ ഈ ചോരയായതുകൊണ്ട് എവിടെയാണ് മുറിവ് എന്താണെന്നും നമുക്ക് മനസ്സിലാവുന്നില്ല. പിറ്റേന്നാണ് നമ്മൾ അകത്തുനിന്ന് ഒരു പെരുവിരൽ കാണുന്നത്. അതും പിറ്റേന്ന് ഞാൻ തന്നെ അതും കണ്ടത്. അസാമാന്യമായ ഇച്ഛാശക്തി കൊണ്ട് മരണത്തെ തോൽപ്പിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നെങ്കിലും ശാരീരിക അവശതകൾ ഇന്നും ജയരാജനെ വേട്ടയാടുന്നു. കൃത്യമായി സ്വന്തം ആവശ്യങ്ങൾ നിർവഹിക്കാൻ പറ്റാത്ത അവസ്ഥ ഇപ്പോഴും തുടരുകയാണ്. നേരത്തെയൊക്കെ വീട്ടിലുള്ള സമയത്ത് ഞാൻ വാരി കൊടുക്കുമായിരുന്നു. നമുക്കറിയാം, നമ്മളൊക്കെ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ സ്പൂൺ കൊണ്ട് ഭക്ഷണം കഴിച്ചാൽ നമ്മൾ ഭക്ഷണം കഴിച്ചൊരു ഫീൽ കിട്ടില്ല. ഇപ്പം അതൊരു ശീലമായി മാറി സ്പൂൺ കൊണ്ട് ഭക്ഷണം കഴിക്കുക. ഇത്രയും ഭീകരമായ ആക്രമണങ്ങൾക്കിരയായ പി ജയരാജനാണ് അക്രമകാരിയെന്ന് രാഷ്ട്രീയ എതിരാളികൾ പ്രചരിപ്പിക്കുമ്പോഴുണ്ടാവുന്ന മനോവേദനയും യമുന പങ്കുവച്ചു. ക്യാമറമാൻ അനിൽ കല്യാശ്ശേരിക്കൊപ്പം PV കുട്ടൻ.